ഹായ് ഓൾ, ദിസ് ഇസ് അമൽഡ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് വിത്ത് അപ്രൂവൽ ഫ്ലോ. നമ്മൾ ഓൾറെഡി ഇവിടെ അപ്രൂവൽ ഫ്ലോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഇൻവോയ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സെയിൽസിൽ ഇൻവോയ്സസ്, ഇവിടെ ന്യൂ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, ദെൻ നമ്മൾ സെയിൽ ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നു, റേറ്റ് ഇതെല്ലാം കൊടുത്തതിന് ശേഷം സേവ് ചാർട്ട്, നമ്മളൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ആണെങ്കിൽ മാർക്കാസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ നമ്മളിവിടെ അപ്രൂവൽ സെറ്റ് ചെയ്ത് വെച്ചേക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ ആർ യു ഷ്യൂർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് ഇൻവോയ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, എസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഇപ്പം ആ ഇൻവോയ്സ് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സബ്മിഷന് പോയിട്ടുണ്ടാവും. അതിനുശേഷം ആരാണോ ഇത് അപ്രൂവ് ചെയ്യുന്നത് ആ യൂസർ ഇൻവോയ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ദിസ് ഇൻവോയ്സ് ഹാസ് ബീൻ സബ്മിറ്റഡ് ഫോർ അപ്രൂവൽ, വെരിഫൈ ആൻഡ് അപ്രൂവ് ദിസ് ഇൻവോയ്സ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഈ ഇൻവോയ്സ് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ ഈ അപ്രൂവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം, അല്ല ഇത് റിജക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിജക്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും, പെൻഡിങ് ഫോർ അപ്രൂവൽ എന്നാണ് ഇതിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഇൻവോയ്സ് അപ്രൂവ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. അപ്പം ആർ യു ഷ്യൂർ യു വാണ്ട് ടു അപ്രൂവ് ദിസ് ഇൻവോയ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഈ ഇൻവോയ്സ് അപ്പം എന്തായി, നമുക്ക് അപ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സ്റ്റാറ്റസ് കണ്ടോ, അപ്രൂവ്ഡ് എന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, മാർക്കാസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്താൽ മതി. അപ്പം ഈ ഇൻവോയ്സ് നമുക്ക് ഇവിടെ ഡ്യൂ ആയി വന്നിട്ടുണ്ട്. മാർക്കാസ് എന്ന ഓപ്ഷൻ സെൻഡ് ആയിട്ടുണ്ട്. നമുക്കിതൊരു പേയ്മെൻറ്റിന് ഡ്യൂ ആയി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ അപ്രൂവൽ ഫ്ലോയോട് കൂടി ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്.